മനുസ്മൃതി കത്തിച്ച അംബേദ്കർ, അധസ്ഥിതരുടെ അവകാശത്തിനായി മഹാത്മാഗാന്ധിയുമായി വരെ ഏറ്റുമുട്ടിയ, സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കിയ മഹാനായ അംബേദ്കർ, ഡോക്ടർ ഭീംറാവു അംബേദ്കർ. Let us leave aside slogan. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponent. 1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിൽ രത്നഗിരി ജില്ലയിലെ അംബേവാഡ എന്ന ഗ്രാമത്തിലാണ് അംബേദ്കർ ജനിക്കുന്നത്. അതും കീഴ്ജാതിയായി കണ്ടിരുന്ന മഹർ ജാതിയിൽ. അയിത്തജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ബാല്യം മുതൽ കൗമാരത്തിലേക്കും അവിടെ നിന്നും തുടർന്ന് എന്നേക്കും ജാതിവെറിയുടെ തീണ്ടൽ അംബേദ്കർ ഒറ്റയ്ക്കും കൂട്ടായും വേട്ടയാടുന്നുണ്ട്. ആ വിവേചനങ്ങളിൽ നിന്നുമാണ് ബോംബെയിലെ എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിൽ നിന്ന് അംബേദ്കർ മെട്രിക്കുലേഷൻ പാസ്സാകുന്നത്. ബോംബെയുടെ എൽഫിൻസ്റ്റൺ കോളേജിൽ പഠിച്ച ആദ്യത്തെ ദളിതനും അദ്ദേഹമായിരുന്നു. തുടർന്ന് പൊളിറ്റിക്കൽ സയൻസിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടുന്നു. അവിടെ നിന്നാണ് ഒരു അയിത്തജാതിക്കാരൻ നേടരുതെന്ന് തിട്ടൂരം നിലനിൽക്കുന്ന കൊളംബിയ സർവകലാശാലയിൽ ഉപരിപഠനത്തിന് ചേരുന്നത്. 1915 അംബേദ്കർ ധനതത്വശാസ്ത്രത്തിൽ MA ബിരുദം കരസ്ഥമാക്കുന്നുണ്ട്. 1916 കൊളംബിയ സർവകലാശാലയിലെ സെമിനാറിൽ ഇന്ത്യയിലെ ജാതികൾ, യാന്ത്രികത, ഉദ്ഭവം, വികാസം എന്ന പ്രബന്ധം അംബേദ്കർ അവതരിപ്പിക്കുന്നു. തുടർന്ന് കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദവും അംബേദ്കർ കരസ്ഥമാക്കുന്നുണ്ട്. തുടർന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെത്തുന്നത്. ധനതത്വശാസ്ത്രത്തിൽ MSc, DSc ബിരുദങ്ങൾ കരസ്ഥമാക്കുന്നു. ഗ്രേസ് ഇന്നിൽ എൻറോൾ ചെയ്യുന്നു, നിയമം പഠിക്കുന്നു. തൊട്ടുകൂടാത്ത അകലത്ത് നിന്ന് അംബേദ്കർ എന്ന അധസ്ഥിതൻ സഞ്ചരിച്ച ദൂരമാണിത്. ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഓർക്കണം. ആ തുടക്കത്തിൽ നിന്നും അംബേദ്കർ പിന്നെയും സഞ്ചരിച്ചു. അദ്ദേഹം ഇന്ത്യയിലെത്തി ബോംബെ ഹൈക്കോടതിയിലെ അഭിഭാഷകനായി. ബഹിഷ്കൃത ഹിതകർണി സഭ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് സാമൂഹിക വിപ്ലവങ്ങൾ നയിച്ചു. അധസ്ഥിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. ഇതിനൊക്കെ ഇടയിൽ 1927 അദ്ദേഹത്തെ ബോംബെ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഈ സമയത്താണ് മഹത് സത്യാഗ്രഹം അരങ്ങേറുന്നത്. മഹാരാഷ്ട്രയിലെ മഹദിൽ സ്ഥിതി ചെയ്യുന്ന ചൗദർ തടാകത്തിൽ നിന്നും വെള്ളമെടുക്കുന്നതിനും കുടിക്കുന്നതിനും സവർണർ ദലിതർക്കുമേൽ വിലക്ക് വെച്ചിരുന്നു. അങ്ങനെ നിലനിർത്തിയ വിലക്കിനെയും തിട്ടൂരങ്ങളെയും ലംഘിക്കാനായിരുന്നു മഹത് സത്യാഗ്രഹം ലക്ഷ്യം വെച്ചത്. അധസ്ഥിതരാക്കപ്പെട്ട മനുഷ്യരുടെ വമ്പൻ ജനാവലിയെ മുൻനിർത്തി 1927 മാർച്ചിൽ അംബേദ്കർ ചൗദർ തടാകത്തിൽ നിന്നും വെള്ളം കോരി കുടിച്ചുകൊണ്ട് അസ്പൃശ്യതാ നിയമം ലംഘിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് വലിയ കലഹങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇതേ വർഷം ഡിസംബർ 25 സവർണ ഹിന്ദുക്കളെ പിടിച്ചുകുലുക്കിയ മറ്റൊരു സംഭവം അരങ്ങേറി. ഇതേ മഹദിൽ അംബേദ്കറിന് വേണ്ടി ഒരു പന്തൽ കൂടി ഉയർത്തുകയുണ്ടായി. മനുസ്മൃതി കത്തിക്കാനുള്ള വേദിയും അവിടെ തന്നെയാണ് ഒരുങ്ങിയത്. 2 ദിവസം 6 മനുഷ്യർ അവിടെ കുഴികുത്തി, ചന്ദനമുട്ടി നുറുക്കി, ചിതയൊരുക്കി. തുടർന്ന് മനുസ്മൃതി കത്തിക്കുന്നതിനായി പ്രമേയം പാസാക്കുകയുണ്ടായി. ആളിക്കത്തിച്ച ചിതയിലേക്ക് മനുസ്മൃതി എറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തെ അംബേദ്കർ എന്ന് വെല്ലുവിളിച്ചു. അധസ്ഥിതർക്ക് വേണ്ടി ആരും പോകാത്ത സൈമൺ കമ്മീഷന്റെ മുൻപിലും അദ്ദേഹം പോയി സംവരണത്തിന് വേണ്ടി റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. 1930 32 ഇടയിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ലണ്ടനിലേക്ക് കപ്പൽ കയറി. അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക വോട്ടവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഗാന്ധിയുമായി നിരന്തരം ഏറ്റുമുട്ടലുകളുണ്ടായി. ക്ഷേത്ര പ്രവേശനങ്ങൾക്ക് സത്യാഗ്രഹം നടത്തിയ ഒടുക്കം 1935 താൻ ഹിന്ദുവായി മരിക്കില്ലെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുക്കുന്നത്. 1946 അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ കാതലായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. ഭരണഘടനയുടെ കരട് രൂപരേഖ എഴുതിയുണ്ടാക്കുകയും അതിൻ്റെ എല്ലാ പരിവർത്തനത്തിലും സമാനതകളില്ലാത്ത സ്വാധീനം ചെലുത്തുകയും ചെയ്തു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായത്. അധസ്ഥിതർക്കായി, ഇന്ത്യക്കാർക്കായി ആ ഭരണഘടന വിപുലമായ വ്യവസ്ഥകൾ ഉൾക്കൊണ്ടു. 1947 രൂപീകരിക്കപ്പെട്ട പ്രഥമ കേന്ദ്ര മന്ത്രിസഭയിൽ അംബേദ്കർ നിയമകാര്യമന്ത്രിയായി. ഇന്ത്യയിലെ ഹിന്ദു വ്യക്തി നിയമം ക്രോഡീകരിക്കാനും പരിഷ്കരിക്കാനും അംബേദ്കർ ഹിന്ദു കോഡ് ബില്ലുകൾ കൊണ്ടുവന്നെങ്കിലും അവ എതിർപ്പുകൾ മൂലം പരാജയപ്പെട്ടു. 1951 അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ചത് ഇതാണ്. 1956 മരണപ്പെടുമ്പോൾ അദ്ദേഹം ഹിന്ദു ആയിരുന്നില്ല, ബുദ്ധിസ്റ്റ് ആയിരുന്നു. അപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. സ്ത്രീകളും കുട്ടികളും ദളിതരും ഉൾപ്പെടെ ഇന്ത്യക്കാർ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളായി. ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എവിടെയും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങളൊന്നുമില്ല. മനഃപൂർവ്വം മറന്നുവെക്കുന്നത് തന്നെയാണ്. മനുസ്മൃതിയെ വെച്ചാരാധിക്കുന്ന കാലത്ത് അത് കത്തിച്ചവരെ ആരെങ്കിലും ഓർത്തിരിക്കുമോ? അധസ്ഥിതരുടെ എത്ര ചെറിയ മുന്നേറ്റവും അദ്ദേഹത്തിൽ നിന്നുകൂടി തുടങ്ങിയതും മുന്നോട്ട് വന്നതുമാണ്.
ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അദ്ദേഹം തറക്കല്ലിട്ടതാണ്. അംബേദ്കറിനെ മറന്നുകൊണ്ടൊരു ഇന്ത്യയില്ല. ഇന്ത്യ എന്ന ആശയം അംബേദ്കറിനെ കൂടി ഉൾക്കൊണ്ടതാണ്, സമാനതകളില്ലാതെ.